100% കല്യാണ ലെവല്. തിയേറ്റർ മസ്റ്റ് വാച്ച്. ഒരു സാധനം പുൾ ഓഫ് ചെയ്യാൻ മലയാളം ഇൻഡസ്ട്രിക്ക് അല്ലാതെ വേറൊരു പറ്റില്ല എന്ന് അഗെയിൻ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ ലെവല്. സെറ്റ് പടം ലോകയല്ലേ, സെറ്റ് പടം. സെക്കൻഡ് ഹാഫ് ഒക്കെ ഗൂസ് ബംസാ ഫുള്ള്. സർപ്രൈസസ് കുറേ ഉണ്ട്, ആരും സ്പോയിൽ ചെയ്യാതിരിക്കുക. സെറ്റ് പടമാണ്, തിയേറ്റർ മസ്റ്റ് വാച്ച്. സൂപ്പർ പെർഫോമൻസ് ആണ്. നമ്മൾ ട്രെയിലർ കണ്ടൊന്നും എക്സ്പെക്ട് ചെയ്ത് പോവല്ലേ. സെറ്റ് പടമാണ്. സെക്കൻഡ് ഹാഫ് ഒക്കെ ഫുള്ള് ഗൂസ് ബംസാണ്. വിഷയം പടം ഒന്നും പറയാനില്ല. വിഷയം പടം ക്യാമിയോസ് കിടിലമാണ്, അഭിനയം വിഷയമാണ്. എല്ലാവരും കാണണം. സൂപ്പർ ഹീറോ ഹൊറർ സബ്ജക്റ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും കാണണം. പാർട്ട് 2 വെയിറ്റിംഗ്. സൽമാൻ പ്രസൻസ് എന്ന് പറഞ്ഞ് വന്നതിനാണ് ഏറ്റവും ഹൈപ്പ് എന്ന് പറഞ്ഞ സാധനം തന്നത്. അത് അതുപോലെ നിലനിർത്തി. ഉറപ്പായിട്ടും ആൾറെഡി ബ്രാൻഡായിട്ട് മാറിയതാണ് സംഭവം. വെച്ചാൽ മലയാള സിനിമയുടെ തലവര മാറ്റാൻ കൽപ്പുള്ള പടം എന്ന് തന്നെ ആ റേഞ്ച് ഉണ്ട്. നമ്മൾ കണ്ട ഒരു മലയാള സിനിമയാണോ എന്ന് തോന്നിപ്പോവും. ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ മലയാളത്തിൽ വേണ്ട ഇതുപോലത്തെ യൂണിവേഴ്സ് ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഓണം തൂക്കി 100%. കല്യാണം 100%. ട്രെയിലറിനേക്കാൾ വേറെ ലെവൽ എലമെന്റ്സ് ഒക്കെയാണ് പടത്തിൽ ചെയ്തിട്ടുള്ളത്. ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ വേറെ റേഞ്ചാണ് പടം. ഓണം 100% തൂക്കി. തരംഗത്തിന് ശേഷം 8 വർഷത്തിന് ശേഷം അദ്ദേഹം എടുത്തൊരു എഫേർട്ട്. ഒരുപാട് ക്യാരക്ടർ റിവീൽസ് ഇനി വരുന്നുണ്ട്. പക്ഷേ ആ ബിഗിനിങ് വാസ് ജസ്റ്റ് എ ബാങ്. അടിപൊളിയായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. ആക്ഷൻ കൊറിയോഗ്രഫി, അതുപോലെ മറ്റേ പ്രൊഡക്ഷൻ ഡിസൈൻ, ബാംഗ്ലർ മ്യൂസിക് എല്ലാം ഒരു രക്ഷയില്ല. മൊത്തത്തിൽ പടം ഒരു ഗംഭീര സ്റ്റേജിങ് ആണ്. നമ്മൾ ആ ഒരു ടൈം കൊടുക്കണം. പടം ആ ഒരു പിക്ക് ചെയ്ത് വരാൻ ആ ഒരു ഹാഫിലോട്ട് എത്തുമ്പോഴാണ് റിവീലിംഗ് വരുന്നത്. നമ്മുടെ ഐതിഹ്യവും സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ അങ്ങനെ ഒരു സാധനം പുൾ ഓഫ് ചെയ്യാൻ മലയാളം ഇൻഡസ്ട്രിക്ക് അല്ലാതെ വേറൊരു പറ്റില്ല എന്ന് അഗെയിൻ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കണ്ടന്റ് ഡ്രിവൻ ഇൻഡസ്ട്രിയാണ്. നമ്മൾ വേറൊരു ഇൻഡസ്ട്രിക്കും ടച്ച് ചെയ്യാൻ പറ്റില്ല. അത്രയും ഗംഭീരമായിട്ട്. വേറെ ഒരു സ്പോയിലേഴ്സും പുറത്തു വിടുന്നില്ല. ഒരുപാട് ക്യാരക്ടേഴ്സ് ഇനി മുന്നോട്ട് വരാനുണ്ട്. സത്യം ഭയങ്കര പെർഫെക്റ്റ് ആണ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.